ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നോക്കിയാലോ. അധികം പണിയൊന്നും എടുക്കാണ്ട് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാം. ഒരു 20 മിനിറ്റിൽ നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാനിതാ ഇതുപോലൊരു ഗ്ലാസ്സിലാണ് എല്ലാം അളന്നെടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് റവ എടുത്ത് അതൊന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ച്, പിന്നെ അതുപോലെ ഒരു 300 ഗ്രാം ശർക്കര എടുത്ത് അതൊന്ന് പാനിയാക്കി വെച്ചു. എന്നിട്ട് റവ വേറൊരു പാത്രത്തിലേക്കാക്കി, എന്നിട്ട് അതിലേക്ക് നമ്മളെ ശർക്കര പാനി അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തു. ചൂടോടുകൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, എൻ്റെ ഈ ഗ്ലാസ് എന്ന് പറയുന്നത് 270 ml ആണ്. അപ്പോൾ അളവിലാണ് ഞാൻ ഇതൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ മൈദ എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതിയാണ് റവ എടുക്കേണ്ടത്. അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ ശർക്കരയൊക്കെ നമ്മൾ ഓരോ ആൾക്കാരെയും മധുരത്തിനനുസരിച്ചിട്ടല്ലേ ഇടുക. ചിലവർക്ക് ചിലപ്പോൾ നല്ല മധുരം വേണ്ടി വരും, ചിലവർക്ക് മധുരം കുറച്ചേ വേണ്ടി വരും. അതിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമല്ലോ. പിന്നെ ഇത് ഈ അളവ് തന്നെ എടുക്കണം. എത്രയാണോ മൈദ അതിൻ്റെ നേരെ പകുതി തന്നെ റവ എടുക്കുക. എന്നിട്ട് ഇതാ ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് അതൊന്ന് അടച്ചു വെക്കുക, നമ്മളെ ശർക്കരപ്പാനി ആ റവയിൽ ഒഴിച്ചിട്ട്. പിന്നെ ഇതാ ഞാൻ മൈദ എടുത്ത് എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. മൈദ ഇങ്ങനെ ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഫുള്ള് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നല്ലോണം ടൈറ്റ് ആവും. നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഇളം ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാ ഈ ഒരു കട്ടിയിൽ ആയിട്ടാകുമ്പോൾ അതൊന്ന് അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു റോബസ്റ്റ പഴം ഇട്ട് കൊടുക്കുക. നിങ്ങളെ വില റോബസ്റ്റ പഴം ഇല്ലെങ്കിൽ ചെറുപഴം ഇട്ട് കൊടുത്താലും മതി. ഒരെണ്ണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതാ ഈ ഒരു കട്ടിയായി. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഏലക്കാ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് നമ്മളെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പും കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഇതാ ഇപ്പൊ ഈ ഒരു കട്ടിയിലാന്നുള്ളത്. അപ്പൊ ഇനിയും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇതൊരു 2 മിനിറ്റ് നമ്മൾ വീണ്ടും ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പൊ അത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോഴേക്കും നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാ കഷ്ണങ്ങൾ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതാ നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കലാണ്. പിന്നെ അതിലേക്ക് എൻ്റെ കയ്യിൽ കറുത്ത എള്ളില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വൈറ്റ് ഇട്ട് കൊടുക്കലാണ്. വൈറ്റ് എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ കുറച്ചൊന്ന് കട്ടിയായില്ലേ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നമ്മൾ പിന്നെയും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച്, ചൂടുവെള്ളം തന്നെ, നല്ല ചൂടല്ല, ഒരു ഇളം ചൂടുവെള്ളം ഒഴിച്ച് പിന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതാ ഉണ്ണിയപ്പത്തിന്റെ ചട്ടി അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്ന ഒരു ഗ്ലാസ്സിലേക്ക് നമ്മളെ ആ ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതാ ഈ ഒരു കട്ടിയിലാണ് വേണ്ടത്. നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താ പറയുക, നല്ല സ്മൂത്ത് ആയിട്ട് വരുന്ന രീതിയിൽ. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടുക. നല്ല സൂപ്പറായിട്ട് പൊങ്ങി വരികയൊക്കെ ചെയ്യും. പിന്നെ ഇതിന്റെ ഫ്ലെയിം വെക്കേണ്ടത് മീഡിയം ടു ലോയിൽ തന്നെയാണ്. ഹൈയിൽ വെക്കണ്ട. ഹൈയിൽ വെക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ ഈ ഉണ്ണിയപ്പം അധിക ദിവസമൊന്നും നിൽക്കത്തില്ല, ഒരു 2 ദിവസമൊക്കെ നിൽക്കും. പഴമൊക്കെ ഇട്ടാക്കുന്നതല്ലേ. നമ്മളെ പണ്ടത്തെ മറ്റു ഉണ്ണിയപ്പം പോലെ ഒന്നല്ല ഇത്. ന്യൂജൻ ഉണ്ണിയപ്പം എന്ന് പറയാന്ന്. ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ. മറ്റേത് കുറച്ച് സമയം എടുത്ത് ആക്കുന്നൊരു. 2 ഉണ്ണിയപ്പം തമ്മിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഉണ്ണിയപ്പം. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ, എന്താ പറയുക, നമുക്ക് മധുരം കഴിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം. ചിലപ്പോൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുമ്പോൾ സക്സസ് ആവണമെന്നില്ല. പക്ഷേങ്കിൽ ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അതൊന്ന് സെറ്റായി വരും. അതിൻ്റെ ആ ഒരു അളവൊക്കെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാ ഉണ്ണിയപ്പൊക്കെ അങ്ങനെ റെഡിയായി. അങ്ങനെ ഞാനും മോളും കൂടി കഴിച്ച്. അവളുടെ ഒരൊറ്റ നിർബന്ധത്തിന് ഉണ്ടാക്കിയൊരു സംഭവമായത്. എന്തെങ്കിലും മധുരം വേണം എന്നിട്ട് നമ്മളെ കയ്യിൽ മൈദയും റവയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ. ഒരു 20 മിനിറ്റ് അല്ലേ വേണ്ടും. 20 മിനിറ്റ് തന്നെ വേണ്ടാന്ന് തോന്നുന്നു. നമുക്ക് കഴിക്കാൻ പറ്റും 20 മിനിറ്റിൽ. അപ്പോൾ ഇതാ എന്താ പറയുക, നമ്മൾ മൈദ 500 എടുക്കുന്നുണ്ടെങ്കിൽ അതിന് നേരെ പകുതി 250 റവ എടുക്കുക. അങ്ങനെ എടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.